സലാം മുഹമ്മദിലേക്ക് കൂടി പോകുന്നു. സലാം എവിടെയാണുള്ളത്? നമ്പർ ബൂത്തിലാണ്. ഈ ബൂത്തിലും ഈ സാധാരണ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഒരു നീണ്ട നിര തന്നെയാണ്, വോട്ടർമാരുടെ നിര തന്നെയാണുള്ളത്. രാവിലെ മുതൽ തന്നെ ഇവിടെ നിരവധി ആളുകൾ നടത്തിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, സ്ത്രീകളുടെ കാര്യത്തിൽ വലിയ നീണ്ട നിര സ്ത്രീകളുടെ ഭാഗത്തുനിന്നുണ്ട്. ആ രീതിയിൽ വലിയ ഒരു ആവേശം തന്നെയാണ് ബൂത്തുകളിലും കാണുന്നത്. ചേച്ചി കുറെ നേരം വന്നിട്ട് ചേച്ചിമാർ ഇരുന്ന് ക്ഷീണിച്ചോ? കുറെ നേരമായി വന്നിട്ട് ായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മെല്ലെ പോയത് രാവിലെ മുതൽ തന്നെ തിരക്കുണ്ടോ? അവസാനം നിന്ന് ക്ഷീണിച്ചു? ഇല്ല ഒന്നും ക്ഷീണിച്ചില്ല. അതിലായിരിക്കും മോനെ. വോട്ട് ചെയ്തിട്ടല്ലേ പോകുള്ളൂ? വോട്ട് ചെയ്തിട്ട് തന്നെ പോകും. അങ്ങനെ വലിയൊരു ആവേശം ഈ ബൂത്തുകളിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ബൂത്തിലെ പ്രത്യേകത. സ്ത്രീകളുടെ നീണ്ട നിര തന്നെയുണ്ട്, അതുപോലെ തന്നെ പുരുഷന്മാരുടെ നീണ്ട നിരയുണ്ട്. ഈ ഒരു പക്ഷേ വോട്ടിംഗ് അത്ര വേഗത്തിലല്ല എന്നത് ആണ് ആളുകളൊക്കെ പറയുന്നത്. ആ രീതിയിലാണ് രാവിലെ മുതൽ തന്നെ ഈ നീണ്ട നിര തന്നെയാണ് ഈ 143 നമ്പർ ബൂത്തിലുള്ളത്. ചേട്ടാ ക്ഷീണിച്ചോ? ഇരുന്ന് ക്ഷീണിച്ചില്ല, നിന്ന് ക്ഷീണിച്ചു. സോറി. എത്ര നേരമായി വോട്ട് ചെയ്യാൻ വന്നിട്ട്? 1/4 മണിക്കൂറായിട്ട്. വോട്ടിംഗ് ആണ് സ്ലോ? വോട്ടിങ് പൊതുവെ കുറച്ച് സ്ലോ ആയിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വയസ്സായ ആളുകൾ എല്ലാവരും കയറുന്നോണ്ടായിരിക്കും മേ ബി. ആ രീതിയിൽ ആളുകളൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ ഈ ബൂത്തിലെത്തിയിട്ടുണ്ടായിരുന്നു.